ഹൊന്നാവരയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ മൃതദേഹം ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നൽകിയ വിവരമനുസരിച്ചാണ് കോസ്റ്റൽ പോലീസ് ഇപ്പോൾ മൃതദേഹം കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് ഷിരൂരിന്റെ ഏകദേശ പരിസര പ്രദേശത്തുള്ള ഭാഗമാണ്. അതിനാലാണ് ഇത് ആ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളാണോ എന്നുള്ള സംശയം ഉയരാനുള്ള ഒരു കാര്യം. ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു മൃതദേഹം അവിടുന്ന് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഇത് ഏതാണ് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കരയിലെത്തിച്ചാൽ പോലും കൂടുതൽ പരിശോധനകളൊക്കെ ഇക്കാര്യത്തിൽ വേണ്ടിവരും. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ അഴുകിയ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ആരുടേതാണ് എന്ന് അറിയണമെങ്കിൽ DNA പരിശോധന ഉൾപ്പെടെ വേണ്ടിവരും. നേരത്തെ ദുരന്തത്തിൽ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയ ചില മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തിയായിരുന്നു വിട്ടുകൊടുത്തത്. അത്തരം നടപടികൾ ഏതായാലും വേണ്ടിവരും. ഏതായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹൊന്നാവരയിലേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടവുമായി അയക്കും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിലേതായാലും ഒരു മൃതദേഹം അവിടുന്ന് കിട്ടി അത് കരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ലോറി ഉടമ മനാഫും ജിതിനും ഈ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. ശ്രീധരൻ, സർക്കാർ അധികൃതരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ, ഈ ഈശ്വർ മാൽപ്പെ അല്ലാതെ മറ്റാരെങ്കിലും? ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അധികം ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് അല്പം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും ഇങ്ങനെ ഒരു മൃതദേഹം കിട്ടി എന്നുള്ള വിവരം ലഭിച്ചതിന് പിന്നാലെ തന്നെ അവർ അവിടേക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈശ്വർ മാൽപ്പെ സംഘവും ഈ മൃതദേഹം കരയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കായി അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മാൽപ്പയിൽ നിന്ന് അധികം ദൂരെയല്ല ഈ ഹൊന്നാവര. കുന്താപുരയ്ക്ക് തൊട്ടടുത്താണ് ഹൊന്നാവര എന്ന് പറയുന്ന സ്ഥലം. ഗോകർണത്തിന് അടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഏകദേശം ഒരു 40-45 കിലോമീറ്റർ മാത്രമാകും ഷിരൂരിൽ നിന്ന് ഈ അപകടം നടന്ന ഈ സ്ഥലത്ത് നിന്ന് അവിടേക്ക് ഉണ്ടാവുക. ഗംഗാവലി പുഴ നേരെ ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലേക്കാണ്. ഈ അറബിക്കടലിലൂടെ ഒഴുകി ഒരുപക്ഷെ ഹൊന്നാവരയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇത് ആരുടെ മൃതദേഹമാണ് എന്നുള്ളത് സംബന്ധിച്ച് നിലവിൽ നമുക്ക് യാതൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് കൂടുതൽ പരിശോധനകൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ആരുടേതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാവൂ. നിലവിൽ അവരുടെ ബന്ധുക്കളൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട്. ഇതിനുശേഷം മൃതദേഹം കരയിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. നിലവിൽ ആ മൃതദേഹം അവിടെ നിന്ന് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീധരൻ, മത്സ്യബന്ധനത്തിനായി പോയവരുടെ വലയിലായിരിക്കണം ഇത്തരത്തിൽ ഒരു ജീർണിച്ച മൃതദേഹം കുടുങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് മാത്രമായി അത് കരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഈശ്വർ മാൽപ്പയെ പോലുള്ളവരുടെ സഹായം ആവശ്യമായി വരുമോ? ഈശ്വർ മാൽപ്പെ സംഘം അവിടേക്ക് പോകുന്നുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു മത്സ്യത്തൊഴിലാളികൾ പറയുന്ന അനുസരിച്ച് അവർ പോലീസിൽ നൽകിയ വിവരം അനുസരിച്ച് പുരുഷന്റേതാണോ എന്നുള്ള സംശയമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ആ സംഘാംഗങ്ങൾ പ്രത്യേകിച്ച് ഇതൊരു മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ പോലീസിന്റെ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതിയോടുകൂടി മാത്രമേ അവർക്കത് കരയിലേക്ക് കൊണ്ടുവരുന്നുള്ള ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാവൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസ് അവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അവിടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കടലിൽ നിന്ന് ബീച്ചിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് ഈ മൃതദേഹം ഒഴുകി നടക്കുന്നത് കണ്ടെത്തിയത്. നിലവിൽ അത് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന്റെ ബന്ധുക്കളും അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജിതിനും മറ്റു ബന്ധുക്കളും ഒക്കെ കുറേ ദിവസങ്ങളായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയിലും സമ്മർദ്ദത്തിലും ആകാംക്ഷയിലും ഒക്കെ ആയിരിക്കും അവരൊക്കെ ഉണ്ടാവുക എന്ന് തന്നെ കരുതുന്നു. ശ്രീധരൻ, തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ഒരു നീണ്ട കാത്തിരിപ്പാണ്. അതുകൊണ്ട് അവരെയും വല്ലാത്ത അവിടെ കാത്തിരിക്കുന്നത്. അവർക്ക് ഈ സംബന്ധിച്ച് നിലവിൽ അവർക്ക് നമ്മൾ നൽകുന്ന ഈ ഒരു വിവരം മാത്രമേ ഉള്ളൂ. അതായത് ഈ മൃതദേഹം ഇങ്ങനെ ഹൊന്നാവരയിൽ കണ്ടെത്തി എന്നുള്ള ഒരു മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളമുള്ളൂ. പക്ഷെ കഴിഞ്ഞ 10-25 ദിവസമായി അവർ അവിടെ ആ പ്രദേശത്ത് ഞാൻ മടങ്ങി വരാം.